കൂട്ടുകാർക്കും സൈക്കിൾ സ്പീഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ്. അപ്പൊ നമ്മള് വഴിയെ പറയാം, കാണിച്ചു തരാം. അങ്ങനെ കൂട്ടുകാരെ, നമ്മളിപ്പോ കൊല്ലം ജില്ലയിലൂടെയാണ് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വഴിയുള്ള യാത്രകള് നമ്മുടെ വീഡിയോ നമ്മൾ എടുത്തില്ല കേട്ടോ, ഒരുപാട് ലോങ് ആയി പോകുന്നുള്ളതുകൊണ്ട്. പിന്നെ നമ്മളിങ്ങനെ കൊല്ലം ജില്ലയൊക്കെ കണ്ടുകൊണ്ട് യാത്രയിലാണ്. അപ്പൊ കൂട്ടുകാരെ, എങ്ങനെ ഇതാ നമ്മൾ പമ്പയാറിന്റെ മുകളിലൂടെയാണ് യാത്ര. അല്ലേ, പമ്പയാറിന്റെ മുകളിലൂടെയാണ് നമ്മുടെ യാത്ര. വഴിയിൽ കണ്ടതാ, എന്താണെന്ന് അറിയില്ല ഗൈസ്. കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ വീഡിയോ. നല്ല രസമുണ്ട്, കൊള്ളാം, സൂപ്പർ. അങ്ങനെ നമ്മളിപ്പോ പത്തനംതിട്ട ജില്ല കയറി കേട്ടോ. നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഞാനും മീനുകുട്ടിയും കൂടെ അങ്ങനെ നമ്മളിങ്ങനെ സ്ഥലമൊക്കെ കണ്ട് വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മള് തടിയൊക്കെ ലേലം ചെയ്തെടുക്കുന്ന സ്ഥലമെന്ന് ചേട്ടൻ പറഞ്ഞു കേട്ടോ. പൂപ്പ് അല്ലേ, വെണ്ടർ അനുസരിച്ച് എടുത്തോണ്ട് പോണതാ. വെണ്ടർ അനുസരിച്ച് എടുത്തോണ്ട് പോണ സ്ഥലമല്ലേ. കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ പത്തനാപുരത്ത് എത്തി കേട്ടോ. പത്തനാപുരത്തെ കാഴ്ചകൾ. നമുക്കിനി അടുത്ത പോവേണ്ടത് കോന്നി. അടുത്ത കോന്നിയിലെത്തുമ്പോ വീഡിയോ എടുക്കാം. പത്തനാപുരത്തൊരു ഹോട്ടലിൽ കയറി മീനുട്ടിക്കും ബാവച്ചിക്കും എനിക്കും കൂടെ ദോശ കയറി കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ദോശയൊക്കെ ആഹാരം എല്ലാം കറക്റ്റ് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഏറ്റവും വേണ്ടപ്പെട്ട മീനുട്ടിയുടെ ശ്രീനിമാമൻ, നമ്മുടെ വ്യൂ ഫൈൻഡർ യൂട്യൂബർ ഉണ്ടല്ലോ. അപ്പോൾ യൂട്യൂബറിൻ്റെ വീട് സന്ദർശിക്കണം എന്നുള്ളൊരിതിൽ അവിടെ. അപ്പോൾ വീട് ഇവിടെയാണ്. സ്ഥലപ്പേര് ഇത് കോന്നിയിലാണ്. കോന്നിയിൽ നിന്ന് ഉള്ളോട്ട് കയറി വന്നു. വീട് എന്ന് പറയുന്നത് ഇത് ചേട്ടൻ്റെ വീടാണ്. ചേട്ടൻ്റെ വീട് സഹോദരിയുടെ വീടൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ വീടൊന്നും ഞങ്ങൾ മേലിൽ കയറണം, ഇതിലേ കയറണം. ഇതിൽ റോഡുണ്ട്. ഈ റോഡിൽ കൂടി ഇങ്ങനെ കയറി മേലങ്ങ് പോകണം. ചേട്ടൻ്റെ വീടാണ്. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വരുന്ന വഴിക്ക് നമ്മളിതാ നേരെ കയറി വരുമ്പോൾ സിറ്റ് ഔട്ടാണ്. പിന്നെ സിറ്റ് ഔട്ടിൻ്റെ അവിടെ നമ്മൾ നേരെ ഇതാകത്തോട്ട് കയറുമ്പോഴത്തേക്ക് കാണുന്ന ഹാള് പിന്നെ അതല്ലാതെ ചേട്ടൻ ഉപയോഗിക്കുന്ന നമ്മുടെ സംഗീതോപകരണം. ഇട സൈഡിലായിട്ട് നമ്മുടെ ഒരു കൃഷ്ണൻ്റെ ഒരു ചെറിയൊരു വിഗ്രഹം വെച്ചിട്ടുണ്ട്. പിന്നെ അയ്യപ്പൻ്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഹാള് കേട്ടോ. കൂട്ടുകാരെ, നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഉച്ചയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ശ്രീനി ബ്രോയുടെ അച്ഛൻ പറഞ്ഞ് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചോറ് കഴിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് തന്നെ ചോറൊക്കെ കഴിച്ചു കേട്ടോ. ചോറ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യണമെന്നുള്ളതല്ല. നമ്മൾ ചോറൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ വളരെ വിശാലമായിട്ട് ഇങ്ങനെ നമ്മൾ മീനുവിന് വാരി കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ വാരിയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് മീനുകുട്ടിക്ക് നമ്മുടെ ശ്രീനി ബ്രോ പറഞ്ഞു ഒരു കാര്യം നമുക്ക് കാണിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ നേരെ ഒരു റൂമിനകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് കണ്ടതാണ് അതായത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ വെറൈറ്റി ഐറ്റം. ഇത് മീനുകുട്ടിക്ക് ഉറപ്പായിട്ടും ഇത് കാണിച്ചു കൊടുക്കണമെന്ന് ശ്രീനി ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്തോട്ട് ഒന്ന് കയറാമെന്ന് വിചാരിച്ചത് കേട്ടോ. കൊള്ളാം കേട്ടോ, സൂപ്പർ തന്നെയാണ്. നല്ല ഒരു എഫക്റ്റൊക്കെ ഉള്ള സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ശ്രീനി ബ്രോയുടെ ചേട്ടൻ്റെ വീടാണ് കേട്ടോ. ഇത് നമ്മുടെ ശ്രീനിയുടെ ചേട്ടൻ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. വീട്ടിൽ കൂടെ തന്നെ ചേർത്ത് ചെയ്തിരിക്കുന്ന ഒരു തിയേറ്ററാണ്. അവരെ വീട്ടിലത്തേക്ക് അവർ സിനിമ കാണാനും അതിനൊക്കെ ആയിട്ട് ഒരു ഫാമിലി ആയിട്ടിരുന്ന് ഒത്തിരുന്ന് ഒരു തിയേറ്ററിൻ്റെ ഒരു ഫീല് കിട്ടാൻ കണക്കിന് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. സൂപ്പറായിട്ട് ഇതാ ചെയ്ത് വെച്ചിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിനകത്തുനിന്ന് ഒരു എഫക്റ്റുള്ള ഒരു നല്ലൊരു വീഡിയോ എടുത്ത് മീനുകുട്ടിക്ക് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ശ്രീനി ബ്രോ അതിനുള്ള ഒരു വീഡിയോ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ നേരം നമ്മൾ തിയേറ്ററിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. കുറേ നേരത്തിൽ വീഡിയോ ഒക്കെ മീനുകുട്ടിയെ കാണിച്ചു കൊടുത്തായിരുന്നു ശ്രീനി ബ്രോ. നമ്മുടെ മച്ചാൻ്റെ വീട്ടിൽ നമ്മൾ വന്നിട്ട് പിന്നെ അങ്ങനെ ഒന്നും കാണാതെ പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു അടിപൊളി ഒരു വീഡിയോ മീനുകുട്ടിയെ കാണിച്ചു കൊടുത്തു കേട്ടോ അവിടെ വെച്ച്. അപ്പം ഞാൻ അതിനകത്തുള്ള വീഡിയോ കിട്ടുന്നത് നല്ല അടിപൊളി എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നേ, സൂപ്പറായിരുന്നു കേട്ടോ. അതങ്ങനെ മീനുകുട്ടിയും വാവച്ചിയും നമ്മളെല്ലാവരുടെയും നമ്മുടെ ശ്രീനി ബ്രോയുടെ വീടൊക്കെ നമ്മളിൽ നിന്ന് കണ്ട് നമ്മുടെ തിയേറ്ററൊക്കെ കണ്ട് സെറ്റ് ചെയ്തു. ആഹാരമൊക്കെ ഇവിടെ നിന്ന് കഴിച്ച് റെഡിയായി. ഇപ്പം നമുക്ക് എങ്ങോട്ട് പോവാം, എങ്ങോട്ടെങ്കിലൊക്കെ പോവാം. എന്താ
അത് അങ്ങോട്ട് പോകുമ്പോൾ കാർട്ടൂൺ കേട്ടുതരാന്ന് പറഞ്ഞല്ലോ. അപ്പോഴാ മാമൻ്റെ വെളിയിൽ ഇരിക്കണം തോന്നുന്നു. മാമടിയിൽ ഇനി വെളിയിൽ ആ. അപ്പോൾ ഓക്കെ, ഇതാ ശ്രീനി ബ്രോയും വരുന്നുണ്ട്. അപ്പോഴോക്കൂ നമ്മൾ ഈലൂട്ടി എങ്ങനെ ശ്രീനി മാമനെ കൊണ്ട് എന്തോ കയറി പോവുകയാണ്. നമ്മൾ ഇവിടുത്തെ വീഡിയോ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനായിട്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യുന്ന പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. ഇന്നത്തേക്ക് വിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.